dear friends, today we are going to discuss about the topic law of indices. Okay. Law of indices simply means the rules for simplifying the expressions involving the powers with the same base number. Okay. അതായത് certain rules ആണ് laws of indices എന്ന് പറയുന്നത്. ആ rules same base ആയിട്ടുള്ള certain integerന്റെ പവർ വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ആ എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ ആ ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്യാം. ഓക്കെ, അതിനെയാണ് ലോസ് ഓഫ് ഇൻഡിസസ് എന്ന് പറയുന്നത്. ഇവിടെ ലോസ് ഓഫ് ഇൻഡിസസിൽ പല റൂളുകളും നമുക്ക് കാണാൻ സാധിക്കും. പ്രോഡക്റ്റ് റൂൾ, കോഷ്യന്റ് റൂൾ, അതുപോലെ തന്നെ പവർ റൂൾ. ഓക്കെ, മെയിൻ ആയിട്ടുള്ള ലോസ് ഓഫ് ഇൻഡിസസിലുള്ള റൂൾസ് ആണ് പ്രോഡക്റ്റ് റൂൾ, കോഷ്യന്റ് റൂൾ ആൻഡ് പവർ റൂൾ. നമുക്ക് നോക്കാം. അതായത് സെയിം ബേസ് ആയിട്ടുള്ള രണ്ട് നമ്പർ, ഇതാണ് ബേസ് എന്ന് പറയുന്നത്, ഇതാണ് പവർ എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ സെയിം ബേസ് ആയിട്ടുള്ള രണ്ട് നമ്പർ, ഇവിടെ ബേസ് എന്ന് പറയുന്നത് എ ആണ്, സെയിം ആണ്, അല്ലെ? സെയിം ബേസ് ആയിട്ടുള്ള രണ്ട് നമ്പർ, അതിന്റെ പവർ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്, അല്ലെ? അപ്പൊ അതിനെ എങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യുന്നതെന്ന് നോക്കുന്നത്. ഓക്കെ, എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ ഈസ് ഈക്വൽ ടു വാട്ട്? എ റൈസ് ടു എം പ്ലസ് എൻ എന്നാണ് കിട്ടുന്നത്. എ റൈസ് ടു എം പ്ലസ് എൻ. ഓക്കെ, അതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് 2 റൈസ് ടു 2 ഇൻറ്റു 2 റൈസ് ടു 3. അതിന് ആൻസർ എങ്ങനെയാണ് വരിക? ഈ റൂള് പ്രകാരം ദാറ്റ് ഈസ് 2 റൈസ് ടു 2 പ്ലസ് 3 എന്ന് വരും, അല്ലെ? 2 റൈസ് ടു 2 പ്ലസ് 3. അതിന്റെ ആൻസർ എന്താണ്? 2 റൈസ് ടു 5. ദാറ്റ് ഈസ് ഈക്വൽ ടു 32, അല്ലെ? എത്ര പെട്ടെന്നാണ് നമ്മൾ ഇതിന്റെ ആൻസർ കണ്ടുപിടിച്ചത്. അപ്പോ നമുക്ക് സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലോസ് ഓഫ് ഇൻഡിസസ് പല റൂൾസിലും വെച്ചിട്ട് നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് കോഷ്യന്റ് റൂൾ. അപ്പോ പ്രോഡക്റ്റ് റൂൾ എന്ന് പറയുന്നത് ഡിഫറെന്റ് സെയിം ബേസ് നമ്പർ ഉള്ള ഡിഫറെന്റ് പവേഴ്സ് ഉള്ള രണ്ട് നമ്പറിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ബേസ് വെച്ചിട്ട് നമ്മൾ അതിന്റെ പവേഴ്സിനെ ആഡ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, പ്രോഡക്റ്റ് റൂൾ വരുമ്പോൾ ആഡ് ചെയ്യും. ദാറ്റ് ഈസ് എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ ഈസ് ഈക്വൽ ടു എ റൈസ് ടു എം പ്ലസ് എൻ. ഓക്കെ, ഇനി അടുത്താണ് കോഷ്യന്റ് റൂൾ. കോഷ്യന്റ് റൂൾ എന്ന് പറയുന്നത് സെയിം ബേസ് ആയിട്ടുള്ള ഇന്റിജേഴ്സ് തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ അതിന്റെ പവേഴ്സ് എങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അതെന്താണ് ചെയ്യുക? നമ്മള് എ റൈസ് ടു എം ഡിവൈഡഡ് ബൈ എ റൈസ് ടു എൻ ഈസ് ഈക്വൽ ടു എ റൈസ് ടു എം മൈനസ് n, just opposite of the product rule. Okay, a raised to m minus n. അതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് 5 raised to 3 divided by 5 raised to 2 is equal to എന്താ വരിക? 5 raised to 3 minus 2 എന്ന് വരും. That is 5 raised to 1. 5 raised to 1 will be equal to 5. Okay, simple. ഇനി അടുത്തതാണ് പവർ റൂൾ. ഓക്കെ, പവർ റൂൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുക? അതായത് രണ്ട് നമ്പറിനെ, അതായത് ഒരു സംഖ്യ, ഒരു ഇന്റിജർ, ആ ഇന്റിജറിന്റെ പ്രോഡക്റ്റും അതുപോലെ തന്നെ അതിന്റെ ഹോൾ പ്രോഡക്റ്റും റേസ്ഡ് ബൈ ദ അനദർ പവർ. ഓക്കെ, അങ്ങനെയാണ് പറയാ. റേസ്ഡ് ബൈ ദ അനദർ പവറിനെ എങ്ങനെയാണ് സോൾവ് ചെയ്യുക? ദാറ്റ് ഈസ് എ റേസ് ടു എം ഇൻ ഓൾ മൾട്ടിപ്ലൈഡ് ബൈ ഓൾ റേസ്ഡ് ബൈ എൻ, അല്ലെ? എ റേസ് ടു എം റേസ്ഡ് ബൈ n, that is equal to a raised to m into n എന്നാണ് വരിക. That is a raised to m all raised to by n is equal to a raised to, ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യാം, a raised to m into n. നമുക്കൊരു എക്സാമ്പിൾ സോൾവ് ചെയ്ത് നോക്കാം. That is 3 into 3 raised to 2 all raised to 3. 3 raised to 2 all raised to 3 will be equal to 3 raised to 2 into 3 എന്ന് വരും. 2 into 3, that is 3 raised to 5. 3 raised to 5 എന്ന് പറയുമ്പോൾ അതിന്റെ ആൻസർ 729 ആണ്. ഓക്കെ, 729 ആണ്. ഇനിയാണ് അടുത്തത് നമ്മള് ഈ മൂന്ന് മേജർ ആയിട്ടുള്ള മൂന്ന് റൂൾസും കഴിഞ്ഞു. ഇനി അതിന്റെ അഡീഷൻ ആയിട്ട് വരുന്ന ചില ലോസ് ഓഫ് ഇൻഡിസസ് ആണ്. ദാറ്റ് ഈസ് എ ഇൻറ്റു ബി. എ ഇൻറ്റു ബി ഓൾ റേസ് ടു എൻ. എ ഇൻറ്റു ബി ഓൾ റേസ് ടു എന്നിന്റെ ആൻസർ വരിക എ റേസ് ടു എൻ. അതായത് ഈ റേസ് ടു എന്ന് പറയുന്നത് എ ഇൻറ്റു ബി ഓൾ റേസ് ടു
ഈ n എന്ന് പറയുന്നത് എക്കും ബിക്കും ബാധകമാണ്. അപ്പൊ ആൻസർ എന്താ വരിക? a raised to n into b raised to n. ഓക്കെ, ഇനി അതിന്റെ എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് ഇവിടെ 2 into 3 എന്നല്ല, 2 into 3 all raised to 2. അപ്പൊ 2 raised to 2 എന്താണ് വരിക? into 3 raised to 2 അല്ലെ? അപ്പൊ 2 raised to 2 എന്ന് പറയുന്നത് 4 ആണ്, into 3 raised to 2 എന്ന് പറയുന്നത് 9 ആണ് അല്ലെ? അപ്പൊ 36 ആണ് ആൻസർ വരിക. ക്ലിയർ? ഇനി അടുത്തതാണ് a divided by b all raised to n. a divided by b all raised to n. ഇതിന്റെ ആൻസർ വരിക ഈ രണ്ട് ഇന്റിജേഴ്സിനും ഇത് ബാധകമാണ്. അതുകൊണ്ട് a raised to n divided by b raised to n എന്ന് വരും. ഓക്കെ, ഇതിനെ നമുക്ക് എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് 4 raised to 3, 4 divided by 3 all raised to 2 ആണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ എങ്ങനെ ആൻസർ വരിക? 4 square divided by 3 square. അപ്പൊ എത്ര വരിക? 4 square 16 divided by 9 ആണ് ആൻസർ വരിക. ഓക്കെ, ക്ലിയർ? ഇനി ചെറിയ ചെറിയ കൺസെപ്റ്റ് ഇതുപോലെ തന്നെ ചെറിയ ചെറിയ ലോസ് ഓഫ് ഇൻഡിസസ് അല്ലെങ്കിൽ ടേംസ് ഉണ്ട്. ദാറ്റ് ഈസ് a raised to 1 is equal to what? a raised to 1 will be equal to a. അതായത് ഏതൊരു നമ്പറിനെയും അതിന്റെ പവർ 1 ആണെങ്കിൽ എന്തായിരിക്കും? അതിന്റെ ആൻസർ സെയിം നമ്പർ തന്നെ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ 5 raised to 1 is equal to 5. ഇനി അടുത്തതാണ് a raised to 0 will be what? ഏതൊരു സംഖ്യയെയും നമ്മൾ 0 ആ സംഖ്യയുടെ ഇത് പവർ 0 ആണ് അല്ലെങ്കിൽ എക്സ്പോണന്റ് 0 ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, അപ്പോ ഇനി അടുത്തത് a raised to minus n. a raised to minus, ഇതിന്റെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിട്ടില്ല അല്ലെ? ദാറ്റ് ഈസ് 17 raised to 0 എന്ന് പറയുമ്പോൾ അതിന്റെ ആൻസർ 1 ആയിരിക്കും. ഓക്കെ, ഏത് സംഖ്യയിലും ഇപ്പോൾ നമ്മൾ 1000 എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ റേസ് ടു 0 ആണെങ്കിൽ അതിന്റെ ആൻസർ 1 ആയിരിക്കും. ഓക്കെ, പവർ 0 ആയ ഏതൊരു സംഖ്യയുടെയും ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. ഇനി അടുത്തതാണ് a raised to minus n. a raised to minus n. a raised to minus n ന്റെ ആൻസർ വരുന്നത് 1 divided by a raised to n ആണ്. ഓക്കെ, 1 divided by a raised to n. ഫോർ എക്സാമ്പിൾ ഒരു ഇന്റിജർ എടുക്കാം അല്ലെ? 5 raised to minus 2. 5 raised to minus 2 ന്റെ ആൻസർ വരിക 1 divided by 5 raised to 2, that will be equal to 1 divided by 25. ഓക്കെ, ക്ലിയർ? ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ഒന്നും കൂടി ഉണ്ട്. That is a divided by x by y. a divided by x by x by y എന്ന് പറയുന്നത് that is y root of a raised to x ആയിരിക്കും. y root of a raised to x ആയിരിക്കും. ഓക്കെ, x divided a raised to x divided by y എന്ന് പറയുന്നത് y raised to a raised to y root of a raised to x ആയിരിക്കും. y root of a raised to x ആയിരിക്കും. ഒരു എക്സാമ്പിൾ നമുക്ക് ചെയ്ത് നോക്കാം. 5 raised to 1 by 2. 5 raised to 1 by 2 എന്ന് പറയുന്നത് എങ്ങനെയാണ് വരിക? അപ്പോൾ നമുക്ക് എക്സാക്ട് ആൻസർ നമ്പർ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 49 raised to 1 by 2 എന്ന് പറയാം. 49 raised to 1 by 2. അതിന്റെ ആൻസർ എന്താ വരിക? അതായത് ഈ yന്റെ സ്ഥാനത്ത് 2 ആണുള്ളത്. അപ്പൊ 2 root of what? 49 raised to x ന്റെ സ്ഥാനത്ത് 1 ആണ്. അതിന്റെ ആൻസർ 2 root of 49 raised to 1 is equal to 49. അപ്പൊ എന്താണ് വരിക? ദാറ്റ് ഈസ് 7 ആണല്ലേ വരിക. അപ്പൊ 7 ആണ് ആൻസർ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ലോസ് ഓഫ് ഇൻഡിസസിൽ വരുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.